പകർച്ചപ്പനിയുടെ പിടിയിൽ തൃശൂർ വിറയ്ക്കുന്നു. കരിമ്പനിക്കും തക്കാളിപ്പനിക്കും പിന്നാലെ ചെള്ളുപനിയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ചേലക്കരയ്ക്കടുത്തുള്ള എളനാട് പ്രദേശത്തെ 60-കാരിക്കാണ് ചെള്ളുപനി കണ്ടെത്തിയത്. H1N1, ഡെങ്കിപ്പനി എന്നിവയുടെ സജീവ സാന്നിധ്യവും ഇപ്പോൾ ജില്ലയിലുണ്ട്. കേട്ടുകേൾവി മാത്രമുള്ള പകർച്ചപ്പനികളുടെ ഉറവിടമായി തൃശൂർ മാറിയിരിക്കുന്നു. മുള്ളൂർക്കരയിലെ കരിമ്പനിക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത തക്കാളിപ്പനിയും ചെള്ളുപനിയും ജില്ലയിൽ ഭയപ്പാടുണ്ടാക്കിയിരിക്കുകയാണ്. ചേലക്കര എളനാട് സ്വദേശിയായ 60-കാരിയിലാണ് ചെള്ളുപനി കണ്ടെത്തിയിരിക്കുന്നത്. കടുത്ത പനിയെ തുടർന്ന് ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തുടർന്ന് രക്തപരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. എലികളുടെ ശരീരത്തിലെ ചെള്ളുകളിലുള്ള ലാർവ മനുഷ്യനെ കടിച്ചാണ് രോഗം പടരുക. ലാർവ കടിച്ച ഭാഗത്ത് പൊള്ളിയതിന് സമാനമായുള്ള പാടുകളും ഉണ്ടാകും. കടുത്ത ശരീരവേദന, തളർച്ച, വിറയൽ എന്നിവയാണ് ചെള്ളുപനിയുടെ ലക്ഷണങ്ങൾ. പുല്ലുവെട്ട് തൊഴിലാളിയായ ഇവർക്ക് പണിയിടത്തിൽ നിന്നും രോഗം പകർന്നതാകാമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിഗമനം. തക്ക സമയത്ത് ചികിത്സ ലഭ്യമാക്കിയതിനാൽ സ്ഥിതി അപകടകരമല്ലെന്നും അധികൃതർ പറയുന്നു. മേഖലയിൽ പനി പടർന്നു പിടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പ്രതിരോധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം H1N1 ഡെങ്കിപ്പനിയും ജില്ലയിൽ പടർന്നു പിടിക്കുകയാണ്. തീരമേഖലയിൽ മഞ്ഞപ്പിത്തവും വ്യാപകമായിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ പകർച്ചപ്പനി ബാധിച്ച് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 1500-ലധികമാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ അഭാവവും മാലിന്യ നീക്കത്തിന്റെ സ്തംഭനവുമാണ് ജില്ലയെ ഭീതിയിലാഴ്ത്തുന്ന പകർച്ചവ്യാധികളിലേക്ക് നയിച്ചതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അതേസമയം കരിമ്പനി റിപ്പോർട്ട് ചെയ്ത മുള്ളൂർക്കര എടപ്പാറ കോളനിയിൽ കേന്ദ്ര സംഘം വെള്ളിയാഴ്ച സന്ദർശനം നടത്തും. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.